തെലങ്കാനയ്ക്ക് പിന്നാലെ നിക്ഷേപം നടത്തുവാൻ കിറ്റക്സ് ഗ്രൂപ്പിനെ ക്ഷണിച്ച ആന്ധ്ര സർക്കാർ. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നിർദ്ദേശപ്രകാരം ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി എസ് സവിത കിഴക്കമലത്തെ കിറ്റക്സ് ഗാർമെന്റ്സിന്റെ ആസ്ഥാനത്ത് എത്തി. കേരളം വ്യവസായ സൗഹൃദമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും മാത്രമാണെന്ന് കിറ്റക്സ് MD സാബു എം ജേക്കബ് കുറ്റപ്പെടുത്തി. 2021 കേരള ഗവൺമെൻറ് കിറ്റക്സിനെ സംബന്ധിച്ച് ഒരുപാട് ഉപദ്രവമുണ്ടാക്കിയ ഒരു വർഷമായിരുന്നു. കേരളത്തിൽ നിക്ഷേപിക്കാനായിട്ടിരുന്ന 3500 കോടി രൂപ ഇവിടെ നിന്ന് മാറ്റി മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ആന്ധ്രാപ്രദേശിൽ നിക്ഷേപം നടത്തുവാനുള്ള ചർച്ചകൾക്ക് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ ഔദ്യോഗിക ക്ഷണം കൈമാറുകയായിരുന്നു ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി എസ് സവിത. ആന്ധ്രാപ്രദേശ് മന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച കിറ്റക്സ് MD സാബു എം ജേക്കബ് തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി. ഇരുവരും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം ఆంధ్రప్రదేశిന്റെ వ్యవసాయ సౌహృద సవిశేషతകൾ ఎస్ సవిత విశదీకరించు. అసలు గవర్నమెంట్స్లో టెక్స్టైల్స్లో ఇంత అంటే ఒక కెటిక్స్ కంపెనీ ఈ స్థాయిలో ఉంది అంటే డిపెండ్స్ ఎథిక్స్. కెటిక్స్ కంపెనీ ఫౌండేషన్ ఈజ్ ఎథిక్స్ అనేది చెప్పాలి. ఎందుకంటే ఇక్కడ ప్రతిదీ మేము చూసాం. ఎలా ఉందంటే నిజంగా ఐ ఫీల్ వెరీ వెరీ హ్యాపీ. കേരളത്തിലെ വ്യവസായ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനമാണ് സാബു എം ജേക്കബ് ഉന്നയിച്ചത്. എന്നാൽ കേരളത്തിന് എതിരായിട്ടല്ല തങ്ങളുടെ സന്ദർശനമെന്നും കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് കരുത്തു പകരുന്ന നിക്ഷേപങ്ങൾ ഭാവിയിൽ ആന്ധ്രാപ്രദേശിൽ നിന്നും ഉണ്ടാകുമെന്നും മന്ത്രിയോടൊപ്പം വന്ന സംഘം വ്യക്തമാക്കി. We have also export Kerala. It is not that we are taking away from Kerala to everywhere. We are putting a lot of money in Kerala. From Andhra, and I am investing here, and we will be the first in the world to come with agri-business innovation hub in Kerala. തെലങ്കാനയിൽ 3500 കോടി രൂപയുടെ നിക്ഷേപമാണ് കിറ്റക്സ് നടത്തിയത്. ആന്ധ്രാപ്രദേശിൽ എത്ര കോടി നിക്ഷേപിക്കുമെന്നതിലും തീരുമാനം ഉടൻ ഉണ്ടാകും. 24 കൊച്ചി.